ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡയനാമിക്സ് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷണൽ ഞാനും കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ആൾക്കാരോട് ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം ഭയങ്കര ബേസ് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. ഞാൻ അജയനോട് സംസാരിക്കാം. ഇതില് ഇല്ല നെറ്റിൽ ടോപ്പ് ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും ഇതിപ്പോ നമ്മൾ എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള സന്തോഷമാണ്. ഈ സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയില് നമ്മളെ പാർട്ടും കൂടി അതില് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റൊരു ആർട്ടിനെ അത് ചെയ്തു വെച്ചില്ലെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നമ്മൾ വിചാരിക്കും. സന്തോഷം. എല്ലാ ആളുകളും മറ്റു സ്ക്രീനിൽ മാത്രമാണ് ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ് അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിന്റെ ആർട്ട് കാരണം അത് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയന്റെ വിജയം. താങ്ക് യു. ഹലോ, താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളും വലിയൊരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേട്ടോ അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷിൻ പറഞ്ഞു മലയാള സിനിമയിലെ സിനിമ അപ്പൊ അല്ല അപ്പൊ അങ്ങനെ അങ്ങനെ എന്താണെന്ന് കണ്ടൊരു സിനിമയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്ട് ചെയ്ത് ചിതു ആണെങ്കിലും
നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി. ചില സീനിലൊക്കെ ഞാൻ കരഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ് ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളിലോടത്തോളം ആൾക്കാർക്കും, ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും, ഈ സിനിമയിലെ ടെക്നീഷ്യൻസും, ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമകളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇവരുടെ ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് ഈ പണം പ്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അത്രയും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്നോ, ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും, ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും, ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ്. ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമേൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിതു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷൈജുക്ക, സൗഭിക, സുഷിൻ, എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. ആൻഡ് താങ്ക് യു സോ മച്ച്. പടം കാണാൻ താങ്ക് യു. മഞ്ഞുമൽബേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വനിതകളുള്ള അതെയും താണ്ടി പുരിതമാണ്. അത്ര എനിക്ക് മഞ്ഞുമൽബേഴ്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും പോയി പടം കാണാം, കേട്ടി പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായം അറിയിക്കുക പറയാനുള്ളൂ. വിഷ്ണു രഘു, നമസ്കാരം. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ട് വളർന്നു. ഈ വർഷം ഭയങ്കര ഹാപ്പിയാണ്. സംഭവം എന്റെ ജീവിതത്തില് എന്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് മോഹനം. അങ്ങനൊരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് സിധു, സൗഭിക, ഗണപതി അവർ കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ സിനിമയില്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം ഗ്രേറ്റ് ജോബ്. ഇവിടെ മികച്ച സിനിമയാണ്. മലയാളത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിയും, സുഷിനും, ഗണുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാർ പറഞ്ഞതുപോലെ ഇത് ഒരു ലോക സിനിമയായിട്ട് എന്നറിയപ്പെടട്ടെ. അതേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹലോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
very happy. Was an effort to stay true to this story that happened in 2006. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്. And I invite all of them to stage. Udeda, Subhash Chetan, Tangi, Sulichetan, all of you, Abhichetan, please all of you come. Real as Manjalo is നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാൻ ഇവരാണ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ്, റിയൽ ബോയ്സ്. ഹലോ, ഞാൻ പേര് സിക്സൻ. ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിത് ചേട്ടൻ്റെ ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളെ ഷൂട്ടിന് കൊടുക്കുന്നത് ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, അടിപൊളി ഡയറക്ടർ ഉണ്ടാ, ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ ക്യാമറ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാ, നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്, സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിലെ ഫസ്റ്റ് ഷോ ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എൻ്റെ ചക്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ച് കിട്ടണില്ല, ഓരോ റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിൻ്റെ ഇടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ കഥ സോറി. അപ്പൊ ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി, അടിപൊളി പടി സൂപ്പർ. പിന്നെ എന്റെ ബാലു കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നി, റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ടെക്സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇതെന്നാണ് അത് എന്താ പറയണം. ഇതൊരു വെരി കൺഗ്രാജുലേഷൻസ്. ബാക്കി ഇത് എൻ്റെ ടീം അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക്, അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആയത് തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ, പിന്നെ സുഷിൻ സാറിൻ്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സൗണ്ട് മ്യൂസിക് എൻ്റെ ടീം. താങ്ക് യു. അതെ, ഒരു കാര്യം പറയണേ, അതുപോലെ നമ്മ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ്, ഞാനത് പറയണം. അവൻ കാരണമാണ് കേട്ടോ ഈ ചിത്രം സിനിമ എല്ലാവരും അവനൊരു ക്ലാപ്പ് കൊടുക്കണം.
പയ്യനാണ് റോണിഷ്. അവന്റെ കൂട്ടുകാരെല്ലാം പഠിക്കുന്നത് കുട്ടനാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാരോ അല്ല, പൊതുവെ എല്ലാവരും എന്നെ കുട്ടനാ കളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുകൂടി എന്നുള്ള പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം എന്ന് ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ആ ഒരു ജീവിതം ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്, കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ച് അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ഇപ്പൊ ഞങ്ങൾ. കാരണം ശരിക്കും ആ കൊടക്കനാലും ഗുണാക്കിയവര് എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ ഈ പടം കണ്ടപ്പോൾ കരഞ്ഞെന്ന് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. സുഭാഷ് റിയൽ സമയം. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരും പേര് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, കാരണം പറയുന്നില്ല. ഈ സിനിമ എടുക്കാമെന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത്, ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിനു മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമ സിനിമയാക്കാതെ പോയത്. അപ്പോൾ അത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം അത് ഞാനത്. ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണുരമാണ് ഈ ഫിലിമിൽ എൻ്റെ ഒരു റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറ എൻ്റെ നേരെ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന അങ്ങനെ അന്തിച്ച ഒരു സമയമുണ്ട്. അതായത് കുഴിയിൽ പോയപ്പോൾ യൂണിയനാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചേക്കണത് അഭിനയിച്ചേക്കണല്ല. താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സെയിം ഫീലിംഗാണ് തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും രക്ഷപ്പെടുത്തി തിരിച്ചിട്ട്. ഓക്കെ, ഇതിനകത്ത് എന്ത് കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറാണ്. അത് കഥാപാത്രമാണ് എന്താ കാര്യങ്ങൾ ചെയ്തത്. അത് ഞാൻ ചെയ്തത് ഇതിനകത്ത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഈ ചിദംബരത്തിനും നമ്മുടെ ഗണപതിയിലേക്ക് ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മുടെ രാജകുമാരന്റെ കഷണ്ടിയേക്ക അത് എങ്ങനെ കറക്റ്റ് ഈ 10-11 കഥാപാത്രത്തിനെ എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കേണ്ടത്. അതൊക്കെ ഒരു വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളാ ഈ അനുഭവിച്ച ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. പിന്നെ എന്താണ് പോലീസുകാരൻ കണ്ട ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളാണ്. അതിനുവേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സോഫിക്ക സിദ്ധാർത്ഥ എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഈ സിനിമയിൽ കാണാവുന്ന എല്ലാവർക്കും സന്തോഷം. നന്ദി എല്ലാവരും. ക്യാരക്ടർ
അഭിനയിച്ചേക്കണല്ലേ ഞങ്ങളായിട്ടല്ലേ എനിക്കും ഞങ്ങൾ തന്നെ ജീവിച്ചിരിക്കണല്ലേ ഒരേപോലെ രണ്ടുപേരും കാര്യം എൻ്റെ അമ്മയുടെ പേരാണ് തങ്ങിയത്. കുറെ കണ്ണന്മാരുള്ളത് അറിയാൻ വേണ്ടി തങ്ങിയെന്ന് കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കിക്കണ്ണൻ എന്നുള്ളത്. അങ്ങനെ വിളിച്ചതാണ്. എൻ്റെ അമ്മയുടെ പേരാണ് തങ്ങിയെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് സിനിമ ഇങ്ങനെ ഇറക്കിയത്. നമ്മള് ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തുകൊണ്ടില്ല. ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും വലിയ എഴുതില്ല. എല്ലാവരും നമ്മളെ പിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളത്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. ചിരിയോട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. എൻ്റെ റോൾ അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചിരുന്ന സംഭവങ്ങള് ഞങ്ങളവിടെ യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചെയ്തു. അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. സന്തോഷം എന്നുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ട്രിപ്പിന് പോവാത്തവരാണ് ഞാനാണ്. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആള് ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ അവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ചത് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു വഴി. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലാണ് സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവുകൊണ്ട് എടുത്ത് ആ അരമതിലേക്ക് ഇരിപ്പുണ്ട്. 2 പേര് കട്ടിലെ കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കണ്ട അടുക്കളയിൽ. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ എൻ്റെ അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് ലോട്ട്. ഹലോ, എൻ്റെ പേര് സിജും മഞ്ഞുമൽ പിന്നെ എന്ത് പറയാനാണ്. ആ സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അഭിനയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ
നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയാക്കുകയും ചെയ്തു. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെയാണ്. പുള്ളി ഇപ്പൊ ഇല്ല, പുള്ളി ഖത്തറിലാണ്. പുള്ളി ഇതെല്ലാം ആളുകൂടി ഇല്ല, ഖത്തറിലാണ്. ഒരു കാര്യം കൂടെ ഞങ്ങളുടെ സൂപ്പർ ഡാവാണ്ടാനില്ലേ ചങ്ങ് ബ്രോയാണ്. വേറൊരു കാര്യം കേട്ടാ, സൗബിക എല്ലാരോടും നമ്മുടെ കൂട്ടുകാരുണ്ട്, അവരോട് വിളിച്ചാലോ വിളിച്ചു. അവരാണ് ഹലോ, ഈ റിക്സന്റെ ഈ സൗണ്ട് കേട്ടാ, ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നും നിങ്ങൾ കേട്ടില്ല. ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടിലാണ് സുഭാഷ് കേട്ടത്, വിളി കേട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ